എല്ലാ സൂറത്തിന്റെയും പേരും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചില്ലേ? ഇത് ആര് പഠിപ്പിച്ചെന്നേ? ഉമ്മ. ഓക്കെ. ഇത് പഠിക്കാനുള്ള കാരണം എന്താ? ഇപ്പൊ എന്താ പറഞ്ഞേ? ദുബായ് കൊണ്ടുപോകുന്നു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ദുബായ് കൊണ്ടുപോകാൻ. ഇപ്പൊ ദുബായിലുള്ളേ? ഈ കുഞ്ഞിന്റെ പിതാവ് ആരാണെങ്കിലും പുന്നാര ഉപ്പ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ആ കുട്ടിക്ക് നിങ്ങൾ കൊടുത്തൊരു സമ്മാനം. ഖുർആനിലെ 114 സൂറത്തിന്റെ പേര് പഠിച്ചാൽ ദുബായിലേക്ക് ഒരു യാത്ര. ദുബായിലേക്കല്ല ഉപ്പ, സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ആ മുത്തുമണിയെ നിങ്ങൾ കൈപിടിച്ചത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് കാണുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. ഒന്ന് സ്നേഹത്തോടൊന്ന് അഭിനന്ദിക്കാനാ, അൽഹംദുലില്ലാ പറയാനാ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ എന്റെ ഹൃദയത്തിലാണ് തട്ടിയത്. ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് എന്തറിയാം എന്നെനിക്ക് ചോദിക്കേണ്ടി വരും. ഞാൻ എല്ലാ നിലക്കും പെർഫെക്റ്റ് ആയ ഒരു പിതാവാണെന്ന വാദമൊന്നും എനിക്കില്ല. ആദ്യം എന്റെ ശരീരത്തോടും എന്റെ പ്രിയപ്പെട്ട നിങ്ങളോടുമാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ഇന്ന് ഒരുപാട് മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ഒരുപാട് പേർ വിളിക്കുന്നു, തങ്ങളുടെ മക്കൾക്ക് അനുസരണയില്ല, മോശപ്പെട്ട പ്രവർത്തനത്തില്ല, എന്ത് ചെയ്യണം, എങ്ങനെ അവരെ നന്നാക്കി എടുക്കണമെന്ന ആശങ്കയിൽ കിടന്ന് വിഷമിക്കുന്ന മാതാപിതാക്കൾ. ഇന്നത്തെ പുതിയ തലമുറയിൽ ഏതെങ്കിലും മക്കൾ തിന്മയുടെ മാർഗം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഞാനും നിങ്ങളും അടങ്ങുന്ന മാതാപിതാക്കളാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പരിശുദ്ധമായി ഇസ്ലാം പറയുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ലോകത്തെല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ഏറ്റവും നല്ല രൂപത്തിലാണ്. അവരെ നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും മാതാപിതാക്കളാണ്. ചെറിയ മക്കൾ നല്ല നല്ല കളികളിലും രസങ്ങളിലും ഏർപ്പെടേണ്ട കുരുന്നു മക്കൾ അവരുടെ കയ്യിലേക്ക് ആവശ്യമില്ലാത്ത മൊബൈൽ ഫോണുകൾ വെച്ചു കൊടുത്തത് ആരാണ്? അവർക്കത് ആവശ്യമില്ലാത്ത പ്രായത്തിൽ അവരെന്ത് ആവശ്യമില്ലാത്തതിനെ പറഞ്ഞാലും സ്നേഹത്തിന്റെ പേരിൽ അവർക്കത് വാങ്ങിക്കൊടുത്ത് തിന്മയുടെ വാതിൽ തുറന്നു കൊടുത്തത് ആരാണ്? എല്ലാം കൊടുക്കലല്ല സ്നേഹം. അങ്ങനെ ആരാ വിചാരിച്ചത്? നന്മയാർന്നത് കൊടുക്കലും തിന്മയാണെന്ന് മനസ്സിലാക്കിയാൽ അത് വിലക്കലുമാണ് ഒരു മാതാവിന്റെയും പിതാവിന്റെയും ധർമ്മം. സ്നേഹത്തിന് അടിമപ്പെടലല്ല. എല്ലാം കൊടുത്തില്ലെങ്കിൽ എന്റെ കുട്ടിക്ക് അതൊരു വിഷമമാകുമോ എന്ന ചിന്ത ആദ്യം മാറ്റണം. കാരണം ഇത് വിഷമിപ്പിക്കലല്ല, നിങ്ങളുടെ കുട്ടികളെ നശിപ്പിക്കലാണ്. എന്നെ ഏറെ വേദനിപ്പിച്ചൊരു ദിവസമുണ്ട്. ഒരു പള്ളിയിൽ നിസ്കാരത്തിന് വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു മയ്യത്ത് നിസ്കാരം തുടങ്ങാൻ പോവാ. എല്ലാവരും അന്വേഷിക്കുന്നു, ഈ മരിച്ചു കിടക്കുന്ന പിതാവിന്റെ 3 ആൺമക്കൾ എവിടെ? ഉത്തരം ഒന്നേ ഉള്ളൂ, കള്ളു കുടിച്ച് ഉപ്പ മരണപ്പെട്ടതിന്റെ വേദനയിൽ ഏതോ തെരുവോരങ്ങൾ അവിടെ ഉണ്ട്. മയ്യത്തിന് അവസാനം ഒന്ന് ചുമക്കാൻ അവർ വന്നിട്ടില്ല. മയ്യത്ത് നിസ്കാരത്തിൽ അവർ പങ്കെടുത്തിട്ടില്ല. പിതാവിന്റെ അവസാനത്തെ യാത്രയിൽ ആ ഖബറിലേക്ക് ഒരു പിടി മണ്ണ് വാരിയിടാൻ അവരുണ്ടായിട്ടില്ല. എന്തിനേറെ വാപ്പയുടെ ഖബർ എവിടെയാണെന്ന് ആ മക്കൾക്ക് അറിയില്ല. എന്തു നേടി ആ പിതാവ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ? ഒരിക്കൽ പോലും ആ മക്കളുടെ കൈ പിടിച്ചിട്ട് പള്ളിയിലേക്ക് ആ പിതാവ് വന്നിട്ടില്ല. അതുകൊണ്ട് ആ പിതാവിന്റെ അവസാനത്തെ യാത്രയാക്കലിന് മക്കളും പള്ളിയിൽ വന്നിട്ടില്ല. അതുപോലെ എത്രയോ ഹാഫിദീങ്ങളായ മക്കൾ, മുത്തഅല്ലിമീങ്ങളായ മക്കൾ മരണപ്പെട്ട ഉമ്മാന്റെ ഖബറിന്റെ ചാരത്തിനൊന്ന് തേങ്ങിക്കരഞ്ഞ് ഖുർആൻ ഓതി അവർക്ക് ഹദിയ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇവിടെ മക്കൾക്ക് വേണ്ടി അലമുറയിടുന്നവർ മനസ്സിലാക്കേണ്ടത്, ചെറുപ്പം മുതൽ ആത്മീയ ശിക്ഷണത്തിൽ വളർത്തിക്കൊണ്ടു വന്നില്ലെങ്കിൽ ഈ മക്കൾ നമുക്കെതിരാകും. ഒരാൾക്ക് നേരെ ഈ വിരൽ ഞൂണ്ടുമ്പോൾ 3 വിരൽ നിനക്കെതിരെയാണ് തിരിക്കുന്നതെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് മറ്റു മക്കളുടെ പരാതിയും പറഞ്ഞ് ഒരു കുട്ടി നടക്കുമ്പോൾ ഓനോ ഷുക്കൂറിന്റെ മോന ഓൻ പിഴയ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മക്കൾ എങ്ങനെ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്.